Once again, welcome back to Food Pavilion. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ളതും കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയുമായ ഒരു ഐറ്റമാണ് ബാസ്ക്കറ്റ് ചിക്കൻ പക്കവട. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കളർഫുള്ളായ ഐറ്റം ആയതുകൊണ്ട് കുട്ടികളൊക്കെ നല്ലോണം കഴിച്ചോളും. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനായി ആദ്യം നമ്മളൊരു ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഒരു ചമ്മന്തിയും. അതിനുശേഷം നമ്മൾ ഈ ബാസ്ക്കറ്റ് റെഡിയാക്കി വെക്കണം. ശേഷം നമ്മളെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായി മസാല ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 3 പച്ചമുളക് ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കണം. നല്ല പഴുത്ത തക്കാളിയാവും നന്നാവുക. ഇവിടെ തക്കാളി അത്ര പഴുത്തിട്ടില്ല. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. മസാല ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്ന് ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കണം. ഇതിലേക്ക് ചിക്കൻ ആവശ്യമുണ്ട്. അതുപോലെ 2 ഉരുളക്കിഴങ്ങ് കൂടി ആവശ്യമുണ്ട്. അത് രണ്ടും ഞാൻ ഒരു കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. 200 ഗ്രാം ബോൺലെസ് ചിക്കനും 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങുമാണ് ഞാനിവിടെ വേവിച്ച് വെച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചിരുന്നു. അത് നന്നായിട്ട് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡിയായി. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ, ഒരു 4 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, മല്ലിയില, 6 പച്ചമുളക്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര്, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 1.5 കപ്പ് മൈദ ഞാൻ ചെറു ചൂടുവെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ ബോൾസ് ഉണ്ടാക്കി നമുക്ക് പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കാം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മൾ പരത്തിയെടുത്ത ഈ മാവ് ബാസ്ക്കറ്റ് ഷേപ്പിലാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ചെറിയ പാത്രം, ഇതുപോലുള്ളൊരു പാത്രം, ഇനി സ്റ്റീലിൻ്റെ ഗ്ലാസ് ആയാലും മതി, എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെക്കണം. അതിനായിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പരത്തി വെച്ചതെടുത്ത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതിൻ്റെ അരികുകളൊക്കെ നന്നായിട്ട് ചേർത്ത് വെക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ അറ്റം നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളവ കൂടി ഇതുപോലെ പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു 4 എണ്ണം ആദ്യം പരത്തിയെടുക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കിയ മസാലയും മാവൊക്കെ ഉപയോഗിച്ച് ഒരു 12ഓളം ബാസ്ക്കറ്റ് ചിക്കൻ പക്കവട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഈ പാത്രത്തോട് കൂടി ഇത് ഇറക്കി വെക്കാം. കൈകൊണ്ട് പിടിക്കരുത്, മെറ്റലായതുകൊണ്ട് മൊത്തത്തിൽ ചൂടായി കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ക്ലിപ്പിട്ട് പിടിച്ചു കൊടുക്കണം. കുറച്ച് കഴിയുമ്പം ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് വേർപ്പെടുത്തി കൊടുക്കണം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണ ആവുന്ന രീതിയിലൊന്ന് ചരിച്ച് പിടിച്ചു കൊടുക്കണം. എന്നാലേ ഉൾഭാഗം വെന്ത് കിട്ടുകയുള്ളൂ. ശേഷം ഒന്നുകൂടി മറച്ചിട്ടാൽ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി. അടുത്തതും അതുപോലെ ചെയ്യാം. ഇപ്പോൾ 4 എണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയും ചമ്മന്തിയും കൂടാതെ കുറച്ച് സോസ് കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 3ഉം കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ബാസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ ചിക്കൻ മസാല, പൊട്ടറ്റോ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 4 ബാസ്ക്കറ്റും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല കളർഫുള്ളായ ഐറ്റം കഴിക്കുന്നതിനായി കറിയോ മറ്റോ ഒന്നും ആവശ്യമില്ല. രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് വയറ് നിറയും. പാർട്ടിക്കൊക്കെ നല്ല ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണിത്. എല്ലാവരും ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ 4 ബാസ്ക്കറ്റും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ച ചമ്മന്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല കാണുന്ന രീതിയിലായിരിക്കണം ചമ്മന്തി ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ചെറിയൊരു അളവിലിട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം ചമ്മന്തി ഓരോന്നിലും വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ ബാസ്ക്കറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ചമ്മന്തിയും മസാലയൊക്കെ കാണുന്ന രീതിയിൽ വേണം സോസ് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു 1/4 ടീസ്പൂണോളം സോസ് മതിയാകും. മഞ്ഞയും പച്ചയും റെഡൊക്കെ ചേർന്ന് വളരെ ഭംഗിയുള്ള ഒരു പൂക്കട്ട പോലെ ആയിട്ടുണ്ട് നമ്മുടെ ബാസ്ക്കറ്റ് ചിക്കൻ പക്കവട. ഇനി ഇത് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയില
ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നന്ദി, നമസ്കാരം.